പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ഭൗതികമായ പല അനുഗ്രഹങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി നമ്മൾ പലവട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈശോ നമ്മളെ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി ദാഹിക്കുവാനാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ് ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുക. 1981 ജൂൺ 24-ാം തീയതി മെഡ്ജുഗോറിയയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന് നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു: ജ്ഞാനത്തിനായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് നൽകിയ കൃപകൾ എത്ര വലുതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇടവിടാതെ ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ഈ സന്ദേശം നമുക്കും ഹൃദയത്തിൽ സ്വീകരിക്കാം. നമ്മൾ എത്ര ബലഹീനരും കുറവുകൾ ഉള്ളവരുമാണെങ്കിലും എളിമപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലും കർത്താവ് ജ്ഞാനം നിറയ്ക്കും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതകളെയും കുറവുകളെയും കൊടുക്കാം. ഇല്ലായ്മയിൽ നിന്ന് പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നത്. ശൂന്യതയിൽ നിന്നും ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ കർത്താവ് നമ്മുടെയും കുറവുകളിലും ഇല്ലായ്മകളിലും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മ ചൈതന്യം നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും കുടുംബങ്ങളെയും അനുദിനം വിശുദ്ധീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ പ്രതിസന്ധികളെയും കൊടുക്കാം. അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന ആ മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ. ഇല്ലായ്മയിൽ നിന്നും ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ കർത്താവിൻ്റെ രക്ഷാകര ശക്തി നമ്മുടെയും കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.